ഹലോ ക്ലാസ് 7 സ്റ്റുഡൻസ്, നിങ്ങളുടെ ബേസിക് സയൻസ് എക്സാം കഴിഞ്ഞു. അടുത്ത എക്സാം ആണ് മാത്സ്. മാത്സിന്റെ പ്ലാൻ ഞാൻ പറയാം. പ്ലാൻ ഇവിടെ ഇരിക്കുന്നുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ബേസിക് സയൻസ് എക്സാം എന്ന് കമന്റ് ചെയ്യാം. ഓക്കെ, നമ്മൾ പഠിപ്പിച്ച പോലെ തന്നെയാണോ വന്നത്, ഈസി ആയിരുന്നു എന്നൊക്കെ പറയാം. നമ്മുടെ മാത്സിന്റെ പ്ലാൻ, മാത്സ് നമുക്ക് എന്താണെങ്കിലും തകർക്കണം. അതിന് വേണ്ടിയിട്ട് അരുൺ സാറും ഫുൾ ടീമും ഉണ്ട്. ഓക്കെ, നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ലൈവിൽ വരിക, പഠിക്കുക, ഇരുന്ന് കാണാം, ബാക്കി ഫുൾ മാർക്ക് ഉറപ്പായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ പ്ലാൻ എന്താ സാർ? നമുക്ക് 3 ദിവസം ഉണ്ട്. ഇന്ന് രാത്രി, നാളെ രാത്രി, മറ്റന്നാൾ രാത്രി. ഓക്കെ, എല്ലാ ദിവസവും നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇന്ന് ഫ്രൈഡേ നമ്മൾ എന്ത് ചെയ്യുന്നു? ടേം 2 ചാപ്റ്റേഴ്സ്, രണ്ടാമത്തെ ടേമിലെ ചാപ്റ്റേഴ്സ് മൊത്തം പഠിക്കാൻ പോകണം. ഓക്കെ, അത് പഠിക്കുന്നതോടൊപ്പം ക്വസ്റ്റ്യൻസും ചെയ്യാം. അപ്പോൾ ടേം 2 മക്കളെ പുതിയ ടേമാണ് അടിപൊളിയായിട്ട് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ഇനി നാളെ എന്താണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്? നാളെ നമ്മൾ ടേം 1 ചാപ്റ്റേഴ്സ്, ക്രിസ്മസ് എക്സാം ചാപ്റ്റേഴ്സ് അല്ലാതെ ടേം 2 ചാപ്റ്റേഴ്സ് അല്ല, ടേം 1 എക്സാമിൻ്റെ ടേം 1ലെ ക്വസ്റ്റ്യൻസും എക്സാമിൽ ചോദിക്കും. അപ്പോൾ ഓണം എക്സാമിൽ പഠിച്ച ചാപ്റ്റർ പഠിക്കേണ്ട എന്നുള്ള തെറ്റിദ്ധാരണ മാറ്റിക്കോ. ടേം 1ലെ ചാപ്റ്റേഴ്സും വരും. അത് ഇമ്പോർട്ടൻസ് കുറവൊന്നുമല്ല, ഈക്വൽ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ നമ്മൾ ടേം 1ലെ ചാപ്റ്റേഴ്സ് ഒന്ന് ഫോർമുല റിവിഷൻ ഒക്കെ ചെയ്യും ടേം 2ൻ്റെ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ ടേം 2 പഠിക്കുന്നു, നാളെ ടേം 1 പഠിക്കുന്നു, അതിൻ്റെ റിവിഷൻ ചെയ്യുന്നു. മറ്റന്നാൾ സൺഡേ വൈകുന്നേരം എത്ര മണി? 7 മണിക്ക്. 7 മണിക്ക് നമ്മൾ 50 ഷുവർ ക്വസ്റ്റ്യൻസ് ടേം 1 ടേം 2 കമ്പൈൻഡ് നിങ്ങളുടെ എക്സാം പേപ്പറിൽ വരാൻ പോകുന്ന എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പഠിപ്പിച്ച് നിങ്ങളെ സെറ്റാക്കി വിടും. എല്ലാ ലൈവും 7 മണിക്ക്. അപ്പം വരിക, വന്ന് പഠിക്കുക, സെറ്റാക്കുക. 3 ദിവസം സ്റ്റഡി പ്ലാൻ പറയുന്നുണ്ട്. ഈ 3 ദിവസം കിട്ടിയിട്ട് നിങ്ങളെ മാത്സിൽ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ ദാറ്റ് ഈസ് യുവർ ഫെയിലിയർ. ഓക്കെ, ഞാൻ A+ മേടിക്കുക, ഫുൾ മാർക്ക് മേടിക്കുക അല്ല പറഞ്ഞു. നിങ്ങൾ പഠിക്കുക, മാക്സിമം ട്രൈ ചെയ്യുക. നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്താൽ മക്കളെ നിങ്ങൾക്ക് വേണം നിങ്ങളുടെ പേരൻസിനെ നിങ്ങൾ ഞെട്ടിക്കാം A+ മേടിച്ചിട്ട്. ഓക്കെ, അപ്പം ഈ 3 ദിവസം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നു. വൈകുന്നേരങ്ങളിൽ പഠിക്കുന്നു, രാവിലെ നിങ്ങളുടെ കുറച്ച് പഠിത്തം നടത്തുന്നു. അത്രയും ചെയ്താൽ തന്നെ ഞാൻ ഗ്യാരണ്ടിയാണ് നിങ്ങളുടെ എക്സാം സിമ്പിൾ ആവും, A+ കിട്ടും, പേരൻസിന് ഞെട്ടിക്കാം. ക്രിസ്മസ് എക്സാമിന് A+ കിട്ടിയ ഒരു കുട്ടിയും ഫൈനൽ എക്സാമിന് A+ കളയില്ല. 7ാം ക്ലാസ്സിൽ A+ കിട്ടിയ കുട്ടി 8ലും 9ലും 10ലും 11ലും 12 ഒന്നും A+ കളയില്ല. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം മക്കളെ. പിന്നെ എക്സാം കഴിഞ്ഞ് നമ്മുടെ ക്രാഷ് ബാച്ച് ലോഞ്ച് ചെയ്യുന്നുണ്ട്. ക്രാഷ് ബാച്ച് 26-ാം തീയതി നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. ഫുൾ അടിപൊളിയായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ഇനി അത് ഫ്രീ ആയിട്ട് വേണമെങ്കിൽ 8ാം ക്ലാസ്സിലേക്ക് അഡ്മിഷൻ എടുത്താൽ അത് ഇൻക്ലൂഡഡ് ആണ് ഓൾറെഡി. അപ്പം ടാറ്റ ബൈ ബൈ. നമുക്ക് വൈകുന്നേരം കാണാം, ഇന്നും നാളെ മറ്റന്നാളും.